ഹായ് ഹലോ മക്കളെ. യെസ്, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വെക്കേഷനൊക്കെ നല്ല സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ സാർ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളുടെ വെക്കേഷന്റെ സമയം പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടോ ഒന്നിനു വേണ്ടിയിട്ടൊന്നല്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ 10th സിലബസ് മാറിയിട്ടില്ല, ടെക്സ്റ്റ് ബുക്ക് മാറി. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് മാറി, ദെൻ ചാപ്റ്റേഴ്സ് ഒന്ന് ഷഫിൾ ചെയ്ത് വന്നിട്ടുണ്ട്, പുതിയ ചാപ്റ്ററുകളൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കമ്പാരിസൺ കാര്യങ്ങളൊക്കെ സാറ് തൊട്ട് മുന്നൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കയറി നോക്കാം എങ്ങനെയൊക്കെയാണ് ചാപ്റ്ററുകൾ മാറി വന്നിരിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിലെ SSLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ് ആണ്. ഓക്കെ, സൗണ്ട് വേവ്സിന്റെ ഒരു വൺ ഷോട്ട് വീഡിയോ, അതായത് ആ ചാപ്റ്റർ വളരെ ക്രിസ്പായിട്ട് എന്തൊക്കെയാണ് ആ ചാപ്റ്റർ എന്നുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് സാർ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവര് പോയിട്ട് കാണുക. ആ വീഡിയോയിൽ സാറ് പറയുന്നുണ്ട്, സാറ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും എന്ന് സാറ് പറയുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ വാക്ക് വലിച്ചിരിക്കുന്നു, പറഞ്ഞ പോലെ തന്നെ സാറ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ടെക്സ്റ്റ് ബുക്ക് മാറി, അതിലെ കണ്ടന്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. ദെൻ എക്സാമിന് എങ്ങനെയായിരിക്കും ഇനി ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള സംശയം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള സംശയം ഉള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ്, ഇന്ന് സാർ ഇവിടെ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ മതി. അതായത് സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈ ക്വസ്റ്റ്യൻസ് സാർ ഇന്ന് എടുക്കുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, സാറ് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് പോകുന്നത്, അത് വേറെ കാര്യം. ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സമയം അധികം കളയാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വെക്കേഷൻ ടൈമിൽ അധികം ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെ ആയിരിക്കും ഇത്തവണ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, നമ്മുടെ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇതിനെ പറ്റിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പോയിട്ടുണ്ട്. ഓക്കെ, കൂടാതെ ക്രിസ്പ് ആയിട്ടുള്ള വൺ ഷോട്ട് ക്ലാസ്സുകൾ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് കാണാം. ദെൻ അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഏതൊക്കെ രൂപത്തിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡിഫൈൻ ആംപ്ലിറ്റ്യൂഡ്, വാട്ട് ഈസ് ഇറ്റ്സ് SI യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഏതൊരു കാര്യം, ഫിസിക്സിലെ ഏതൊരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാകും? യൂണിറ്റ്സ് ഉണ്ടാകും. ഓക്കെ, അതിന്റെ യൂണിറ്റ് ഉണ്ടാകും. ആ ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ചോദിച്ചിരിക്കും നമ്മളോട്. അപ്പോൾ യൂണിറ്റ് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വൺ മാർക്കിന് വൺ വേർഡ് ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡിഫൈൻ ആംപ്ലിറ്റ്യൂഡ്, വാട്ട് ഈസ് ഇറ്റ്സ് SI യൂണിറ്റ്. അപ്പൊ നമുക്കറിയാം എന്താണ് ആംപ്ലിറ്റ്യൂഡ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ. ഓക്കെ, നമുക്കറിയാം ഒരു വേവ് ഇങ്ങനെ തരാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു വേവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിന്റെ മീൻ പൊസിഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് 0 എന്നുള്ളത്. ദെൻ ഒരു വേവ് പോകുമ്പോൾ അതിന്റെ 0 പൊസിഷനിൽ നിന്ന് എത്രത്തോളം ആ വേവ് പോയി, ഓക്കെ, ആ വേവ് എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളതിന്റെ പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന്. അതിന്റെ SI യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. എത്രയില്? മീറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ഫ്രീക്വൻസി റൈറ്റ്സ് ഇറ്റ്സ് യൂണിറ്റ്. ഓക്കെ, അങ്ങനെ യൂണിറ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഫ്രീക്വൻസി? അതിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്രത്തോളം ഓസിലേഷൻസ് ഉണ്ടായി അതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് സൗണ്ട് വേവ്. ഓക്കെ, എന്താണ് സൗണ്ട് വേവ്? സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ് ആണ്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ. എയറിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് എയറിൽ ശബ്ദത്തിന്റെ വേഗത ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള, വളരെയധികം സാധ്യതയുള്ള ഷുവർ ആയിട്ടുള്ള 4 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരുപാട് പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ടൊക്കെ കടക്കാം.
അതിനു മുന്നേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്. ഓക്കെ, ഇതിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. നമുക്കറിയാം സൗണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ സൗണ്ട് എന്ന് പറയുന്നത് എന്താ? സൗണ്ട് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. ഓക്കെ, അതിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വേവ് എങ്ങനെ പോകുന്നു അതിന് പാരലൽ ആയിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ സൗണ്ട് എന്ന് പറയുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്, ലൈറ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ ഉണ്ടാവും, നോക്കിയേ. ആ ഉണ്ട്. ഏതാണ് ആ പോയിന്റ്? നമ്മുടെ സി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. പക്ക. അപ്പോൾ ആ ഒരു 1 മാർക്ക് നമുക്ക് കിട്ടി. സെറ്റ്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ക്യാൻ ബി ഹെഡ് ബൈ ഹ്യൂമൻസ്? മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റിയ ഫ്രീക്വൻസി. ഓക്കെ, സൗണ്ടിന്റെ ഫ്രീക്വൻസി എത്രയാണ്? ഏതാണ് ഓഡിബിൾ റേഞ്ച്? ഓഡിബിൾ റേഞ്ച് എന്ന് പറയുമ്പോൾ 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. അപ്പോൾ ഇതിൽ അതിൻ്റെ അകത്തുള്ളത് ഏതൊക്കെയാ? 5 ഹെർട്സ് 20ക്ക് താഴെയാണ് പോയിരിക്കുന്നത്, പറ്റില്ല. 2000 ഹെർട്സ് 20ക്കും 20,000നും ഇടയിലുള്ളതാണ്. ദെൻ 200 കിലോ ഹെർട്സ് അത് 2 ലക്ഷത്തോളം വരും. അപ്പോൾ അത് പറ്റില്ല. ദെൻ 50 ഹെർട്സ്. ഓക്കെ, അതും എന്ത് പറ്റില്ല? പറ്റില്ല. ഓക്കെ, ദെൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ വരും? എ പറ്റില്ല, ബി പറ്റും അല്ലെ. 2000 ഹെർട്സ് നമ്മൾക്ക് പറ്റും, കാരണം അത് ഓഡിബിൾ റേഞ്ചിന്റെ അകത്തുള്ളതാണ്. അതുകൊണ്ട് അത് പറ്റുന്നതായിരിക്കും. ദെൻ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. എ സൗണ്ട് വേവ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 512 ഹെർട്സ് ആൻഡ് എ വേവ് ലെങ്ത് ഓഫ് 0.7 മീറ്റർ. കാൽക്കുലേറ്റ് ഇറ്റ്സ് സ്പീഡ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം തരുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ടെന്നുള്ളത് എടുത്തെഴുതണം. ഫ്രീക്വൻസി എത്ര തന്നിരിക്കുന്നത്? ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 512 ഹെർട്സ് തന്നിട്ടുണ്ട്. ദെൻ വേവ് ലെങ്ത് എത്ര തന്നിരിക്കുന്നത്? 0.7 മീറ്റർ തന്നിട്ടുണ്ട്. ദെൻ സ്പീഡ് ഓഫ് ദ വേവ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താണ് സ്പീഡ് ഓഫ് ദ വേവ്? v ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അതായത് എത്രയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? 512 ഇൻറ്റു 0.7 ഈസ് ഈക്വൽ ടു ഏകദേശം എത്ര വരും? 358.4 മീറ്റർ പെർ സെക്കൻഡ് വരും ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഓരോ ന്യൂമറിക്കൽ പ്രോബ്ലംസും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ദെൻ 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? എ വേവ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 2 ഹെർട്സ് and a wavelength of 35 centimeter. How far does this wave travel in 0.5 second? ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ ഏതൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട് അതുള്ളതൊക്കെ എടുത്തെഴുതണം, താഴോട്ട് എടുത്തെഴുതണം. ഓക്കെ, ഫ്രീക്വൻസി എത്രയാണ്? 2 കിലോ ഹെർട്സ് ആണ്, അതായത് 2000 ഹെർട്സ്. ഓക്കെ, ദെൻ വേവ് ലെങ്ത് എത്രയാണ്? 35 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് എഴുതി 0.35 മീറ്റർ എന്ന് എഴുതി. ദെൻ ടൈം എത്ര തന്നിരിക്കുന്നത്? t is equal to 0.5 സെക്കൻഡ്. ദെൻ നമുക്ക് ആദ്യം തന്നെ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്പീഡ് ഓഫ് ദ വേവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സ്പീഡ് ഓഫ് ദ വേവ് v is equal to ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 2000 ഇൻറ്റു 0.35 is equal to 700 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഓക്കെ, 700 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ദെൻ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ ഫാർ ഡസ് ദിസ് വേവ് ട്രാവൽ ഇൻ 0.5 സെക്കൻഡ്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, എത്ര ദൂരം ഈ വേവ് സഞ്ചരിച്ചു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ d is equal to v into t. അപ്പോൾ വെലോസിറ്റി, അതിന്റെ സ്പീഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക്. 700 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 700 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 0.5 ഈസ് ഈക്വൽ ടു 350 മീറ്റർ ആൻസർ കിട്ടും. ഓക്കെ, 350 മീറ്റർ ആൻസർ കിട്ടും. സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് വേവ് ദാറ്റ് പ്രൊഡ്യൂസ് 50 crust and 50 troughs in 0.5 second?
അപ്പോൾ എന്താണ് ക്രസ്റ്റ്, എന്താണ് ട്രഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് തൊട്ട് മുന്നത്തെ വൺ ഷോട്ട് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. കാണാത്തവര് പോയി കാണുക. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേവ്സ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാകും? ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ഇഫ് ദർ ആർ 50 ക്രസ്റ്റ് ആൻഡ് 50 ട്രഫ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര കംപ്ലീറ്റ് വേവ് ഉണ്ടാകും? 50 കംപ്ലീറ്റ് വേവ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് മനസ്സിലായി? 50 കംപ്ലീറ്റ് വേവ്സ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ദെൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേവ്സ് എത്രയാണ്? 50 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 0.5 സെക്കൻഡ് ആണ്. എത്ര ഹെഡ്സ് കിട്ടും? 100 ഹെഡ്സ് കിട്ടും. ഓക്കെ, 100 ഹെഡ്സ് കിട്ടും. സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട്, ഇപ്പോൾ സ്കൂളിൽ ക്വസ്റ്റ്യൻ ടീച്ചർമാർ ചോദിക്കുകയാണ്, ഇന്ന പ്രോബ്ലത്തിന്റെ ആൻസർ എന്തായിരിക്കും, ചാടി കയറി ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മാക്സിമം വെക്കേഷൻ ടൈം കളിച്ച് ഉല്ലസിച്ച് ഒക്കെ സ്പെൻഡ് ചെയ്തോ, നോ പ്രോബ്ലം. എങ്കിൽ കൂടെ ഒരു 10 മിനിറ്റ് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ അത്രയധികം ഉപകാരപ്പെടും. ഓക്കെ, ദെൻ 10th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറെന്റ് റിഗാർഡിംഗ് ദ വേവ്സ് ഗിവൺ ഇൻ ദ ഫിഗേഴ്സ്. ഓക്കെ, 2 ഫിഗറുകൾ തന്നിട്ടുണ്ട് അല്ലേ? 2 ഫിഗർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫിഗർ 1.31 എ, ദെൻ ഫിഗർ 1.31 ബി. 2 ഫിഗറുകൾ തന്നിട്ടുണ്ട്. ദെൻ ഈ ഫിഗറുകളിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ആണോ? 12 സെക്കൻഡ്, 2 വേവും 12 സെക്കൻഡ്. 12 സെക്കൻഡിൽ ഈക്വൽ നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് പോയിരിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം, 2 എണ്ണം, 3 എണ്ണം. താഴെയും അതേപോലെ തന്നെ 1 എണ്ണം, 2 എണ്ണം, 3 എണ്ണം. അപ്പോൾ 2 വേവിന്റെ എന്താണ്? ഫ്രീക്വൻസി സെയിം ആണ്. ഓക്കെ, ഇനി ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കേ. മീൻ പൊസിഷനിൽ നിന്നും താഴെയുള്ളത് 0.03യും ദെൻ ഇവിടെ മീൻ പൊസിഷനിൽ നിന്നും മുകളിലുള്ളത് 0.05ഉമാണ്. അപ്പോൾ ഇവിടെ ആരാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് ആണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ടാകും. ടെക്സ്റ്റ് ബുക്ക് മാറി, ദെൻ കണ്ടന്റ് മാറി, അവിടെയുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഏത് തരത്തിലാണ് ചോദിക്കുക, ഇതേപോലെ ആയിരിക്കും എക്സാമിന് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി യാതൊരു സംശയമോ പേടിയോ ഒന്നും വേണ്ട. ഓക്കെ, ഈ 10 ക്വസ്റ്റ്യനും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിലെ പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ബാക്കി തീർന്നിട്ടില്ല. പാർട്ട് 2 ആയിട്ട് സാറ് വരുന്നതായിരിക്കും. പാർട്ട് 2 ഉണ്ട് കേട്ടോ, പാർട്ട് 2 ഉണ്ട്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനെ നിങ്ങൾ അടിപൊളിയായിട്ട് നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, അപ്പോൾ യെസ്, നമുക്ക് നമ്മുടെ പാർട്ട് 2 ആയിട്ട് കാണാം സാർ. യെസ്, പാർട്ട് 2 ആയിട്ട് എല്ലാവരും കാണാം. നിർബന്ധമായിട്ടും എല്ലാവരും ഈ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് ഞാൻ പറയുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ ആൻസർ നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക. എങ്ങനെയുണ്ടായി ക്ലാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.